Hi students, Manjari Private Institute Physics class സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു യൂണിഫോംലി ചാർജ്ഡ് ഇൻഫൈനൈറ്റ് പ്ലെയിൻ ഷീറ്റ് ആണ്. കഴിഞ്ഞ പാർട്ടിൽ നമ്മളൊരു ഇൻഫൈനൈറ്റ് ലോങ് സ്ട്രെയിറ്റ് കണ്ടക്ടർ കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്തു അല്ലേ. ഇവിടെ നമ്മൾ ഒരു ഇൻഫൈനൈറ്റ് ആയിട്ടുള്ള യൂണിഫോംലി ചാർജ്ഡ് പ്ലെയിൻ ഷീറ്റ് കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു പ്ലെയിൻ ഷീറ്റ് എടുക്കാം. ഓക്കെ, യൂണിഫോംലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു പ്ലെയിൻ ഷീറ്റ്. which is infinitely long അല്ലേ. ഇൻഫൈനൈറ്റ്ലി ലോങ് ആണെന്ന് കാണിക്കാനാണ് ഇതുപോലെ ഡോട്ട് ഇടുന്നത്. ഇറ്റ് ഈസ് യൂണിഫോംലി ചാർജ്ഡ് എന്ന് പറഞ്ഞിട്ടില്ലേ. സോ നമ്മൾ ഇതുപോലെ പ്ലസ് സൈൻ ഇട്ട് യൂണിഫോംലി ചാർജ്ഡ് ആണെന്ന് കാണിക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി ഒരു ഗോഷ്യൻ സർഫസ് അസ്യൂം ചെയ്യണം അല്ലേ. ഞാനൊരു സിലിണ്ടറിക്കൽ ആയിട്ടുള്ള ഗോഷ്യൻ സർഫസ് ആണ് അസ്യൂം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആ ഗോഷ്യൻ സർഫസ് ഒന്ന് വരയ്ക്കാം. ഇതാണ് നമ്മുടെ ഗോഷ്യൻ സർഫസ്. ഓക്കെ, ഇതുപോലെ സിലിണ്ടറിക്കൽ ആയിട്ടുള്ള ഒരു ഗോഷ്യൻ സർഫസ് എടുക്കാം. അപ്പൊ ഈ സിലിണ്ടറിക്കൽ ഗോഷ്യൻ സർഫസിന് 3 പാർട്ടുകളുണ്ട്, ശരിയല്ലേ. ഒരു കർവ്ഡ് ആയിട്ടുള്ള പാർട്ടും അതുപോലെ തന്നെ 2 എൻ പാർട്ടുകളും ഉണ്ട്. ഈ 2 എൻ പാർട്ടുകളെയും കർവ്ഡ് പാർട്ടിലെയും ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയും അതുപോലെ തന്നെ അവിടുത്തെ ഏരിയ വെക്ടറിന്റെയും ഡയറക്ഷൻസ് നമുക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ റേഡിയസിനെ നമുക്ക് എ എന്ന് പറയാം. അതുപോലെ പ്ലെയിൻ ഷീറ്റിൽ നിന്നും ഈ എൻ പാർട്ടിലോട്ടുള്ള ഡിസ്റ്റൻസിനെ നമുക്ക് r ആണെന്ന് എടുക്കാം. ക്ലിയർ? അപ്പൊ ഈ കർവ്ഡ് പാർട്ടിൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി മാർക്ക് ചെയ്യാം. ഈ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എപ്പോഴും കണ്ടക്ടറിനോട് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഓക്കെ, സോ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം, ഇത് പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള പ്ലെയിൻ ഷീറ്റ് അല്ലേ. സോ ഇറ്റ് വിൽ ബി away from the sheet, ശരിയല്ലേ. സോ യു can mark this electric field intensity in this direction. And അവിടുത്തെ ഏരിയ വെക്ടർ ആ സർഫസിനോട് പെർപെൻഡിക്കുലർ ആയിരിക്കും അല്ലേ. സോ ഇതിന് രണ്ടിനും ഇടയ്ക്കുള്ള ആംഗിൾ എത്രയാണ്? ഇറ്റ് ഈസ് 90 ഡിഗ്രി. ഇനി ഈ എൻ പാർട്ടിലെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയും അതിന്റെ ഏരിയ വെക്ടറും മാർക്ക് ചെയ്യും. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി പെർപെൻഡിക്കുലർ ടു കണ്ടക്ടർ അല്ലേ. ഈ സർഫസുമായിട്ട് പെർപെൻഡിക്കുലർ ആയിരിക്കും അതിന്റെ ഏരിയ വെക്ടർ. സോ ds ഓക്കെ ആണല്ലോ, രണ്ട് റൈറ്റിലോട്ടാണല്ലേ. അപ്പൊ അവർക്കിടക്കുള്ള ആംഗിൾ എത്രയാ? അത് തന്നെ 0 ഡിഗ്രി. സിമിലർലി ഈ എൻ പാർട്ടിലെ ഇവിടെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ലെഫ്റ്റിലോട്ടും അതിന്റെ ഏരിയ വെക്ടർ അത് ലെഫ്റ്റിലോട്ടാ. സോ അവർക്കിടക്കുള്ള ആംഗിൾ എത്ര വരും? ദാറ്റ് ഈസ് ഓൾസോ 0 ഡിഗ്രി. ക്ലിയർ ആണല്ലോ. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ ടോട്ടൽ ഫ്ലക്സ് കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ. ഇതിന്റെ ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നത് ഒരു കർവ്ഡ് പാർട്ടിന്റെ ഫ്ലക്സ് പ്ലസ് 2 ടൈംസ് ഫ്ലക്സ് ഓഫ് ദ എൻ സർഫസ്, ശരിയല്ലേ. എൻ സർഫസിന്റെ 2 എൻ സർഫസുകൾ ഇല്ലേ, അതുകൊണ്ടാണ് 2 ടൈംസ് ഫ്ലക്സ് ഓഫ് ദി എൻ സർഫസ് ഇട്ടത്. ക്ലിയർ? അപ്പൊ നമുക്ക് ഇനി ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. Phi t is equal to കർവ്ഡ് സർഫസിന്റെ എന്താ വരിക? സർഫസ് ഇന്റഗ്രൽ E ds cos theta plus 2 ടൈംസ് ഇന്റഗ്രൽ E ds cos theta. ഓക്കെ, ഇനി ആ തീറ്റയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം അല്ലേ. സോ phi t is equal to ഇവിടെ കർവ്ഡ് സർഫസിൽ തീറ്റയുടെ വാല്യൂ എത്രയാണ്?
90 ഡിഗ്രി ആണല്ലോ. അപ്പൊ ഈ കോസ് തീറ്റ എന്നുള്ളത് എന്തായി മാറും? കോസ് 90 ഡിഗ്രി ആവും. ശരിയാണല്ലോ. കോസ് 90യുടെ വാല്യൂ 0 അല്ലേ? ആണല്ലോ. 0 ഇൻറ്റു EDS ചെയ്താൽ ഉത്തരം 0 അല്ലേ? അപ്പൊ ഈ മൊത്തം പാർട്ടിന്റെ വാല്യൂ 0 ആയില്ലേ? ഓക്കെ, അപ്പൊ ആ ഭാഗം മാത്രമല്ലേ ഉള്ളൂ. സോ അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2 ടൈംസ് ഇന്റഗ്രൽ EDS. അതെന്താ കോസ് തീറ്റ ഇല്ലാത്ത? പറഞ്ഞുതരാം. തീറ്റയുടെ വാല്യൂ എത്രയാ? 0 ഡിഗ്രി അല്ലേ? അല്ലേ? എൻ സർഫസ് അല്ലേ? എൻ സർഫസിലെ ആംഗിൾ 0 അല്ലേ? കോസ് 0യുടെ വാല്യൂ 1 അല്ലേ? അപ്പൊ EDS into 1 ചെയ്താൽ ഉത്തരം EDS തന്നെയല്ലേ? അപ്പൊ എന്ത് എഴുതിയാൽ മതി? 5t is equal to 2 times integral of EDS. ക്ലിയർ? അപ്പൊ ഇത് നമുക്ക് ബാക്കി ചെയ്യണം അല്ലേ? നമുക്ക് ഇവിടെ കുറച്ച് മായ്ക്കാം. ഓക്കെ, ഇതിൽ നിന്ന് ഈ 5t ക്ക് നമുക്ക് എന്ത് കൊടുക്കാം? 1/epsilon 0 ടൈംസ് q എന്ന് കൊടുത്തൂടെ? കാരണം ഗോസസ് ലോ അല്ലേ? ഓക്കെ, അപ്പോ ഇതിനെ 1/epsilon 0 ടൈംസ് q is equal to 2 times e taken outside integral of ds. ഇവിടെ ചെറിയൊരു ഏരിയ ഇന്റഗ്രേറ്റ് ചെയ്താൽ ഈ സർക്കിളിന്റെ ടോട്ടൽ ഏരിയ ആവില്ലേ? അപ്പൊ നമുക്ക് 1/epsilon 0 times q is equal to 2e into സർക്കിളിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? പൈ r സ്ക്വയർ എന്നല്ലേ? അപ്പൊ ഇവിടെ എന്ത് വരും? പൈ a സ്ക്വയർ അല്ലേ? റേഡിയസ് a അല്ലേ? അപ്പൊ പൈ a സ്ക്വയർ. ക്ലിയർ? സോ ഇവിടെ നിന്നും ഈ കാൽക്കുലേറ്റ് ചെയ്തൂടെ? ഈ കാൽക്കുലേറ്റ് ചെയ്ത് എന്താ വരിക? E is equal to q divided by 2 epsilon 0 pi a square. ശരിയാണല്ലോ? q divided by pi a square ആരാ? q divided by pi a square ആരാ? ഓർമ്മയുണ്ടോ? ചാർജ് പെർ യൂണിറ്റ് ഏരിയ. അതിനെയാണ് നമ്മൾ സർഫസ് ചാർജ് ഡെൻസിറ്റി എന്ന് വിളിച്ചത് അല്ലേ? അപ്പൊ അതിനെ നമുക്ക് സിഗ്മ എന്ന് എഴുതാം. സോ വാട്ട് ഈസ് ദ ഇക്വേഷൻ? E is equal to sigma by 2 epsilon 0. സോ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, സിമ്പിൾ ആണ്. നമ്മൾ എന്ത് ചെയ്യുക? ഒരു ഗോഷ്യൻ സർഫസ് അസ്യൂം ചെയ്യണം, എന്നിട്ട് ടോട്ടൽ ഫ്ലക്സ് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് എത്ര കിട്ടും? E is equal to sigma by 2 epsilon 0. മുമ്പത്തെ പാർട്ടിൽ പറഞ്ഞ പോലെ തന്നെ സിഗ്മ പോസിറ്റീവ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എവേ ആയിരിക്കും. ഇനി സിഗ്മ നെഗറ്റീവ് ആണെങ്കിലോ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ടുവാർഡ്സ് ദി ഷീറ്റ് ആയിരിക്കും. ക്ലിയർ? ഇനി നമുക്ക് ഇതിന്റെ ഗ്രാഫ് വരക്കാം അല്ലേ? ഇതിൽ എവിടെയെങ്കിലും ഈ ഇക്വേഷനിൽ r എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ലല്ലോ. r എന്തായിരുന്നു? പ്ലെയിൻ ഷീറ്റിൽ നിന്നും n സർഫസിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ r എന്ന് വിളിച്ചത് അല്ലേ? ഈ ഇക്വേഷനിൽ എവിടെയും തന്നെ r ഇല്ലല്ലോ. എന്ന് വെച്ചാൽ r കൂടിയാലും കുറഞ്ഞാലും ഈ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയെ ബാധിക്കാൻ പോണില്ല. അപ്പൊ അതിന്റെ ഗ്രാഫ് നമ്മൾ വരക്കുകയാണെങ്കിൽ എങ്ങനെ വരും? ഇതാണ് E, ഇത് R. ഓക്കെ, അപ്പൊ നമ്മൾ അതിന്റെ ഗ്രാഫ് വരച്ചാൽ it will be parallel to R or x axis. കാരണം R
ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡസ് നോട്ട് ഡിപെൻഡ് ഓൺ ആർ. സോ ദ ഗ്രാഫ് നമുക്ക് ഇതുപോലെ കിട്ടും. ഓക്കെ, ഇനി ഇതിൽ നമുക്കൊരു സ്പെഷ്യൽ കേസ് പറയാനുണ്ട്. ഓക്കെ, നമുക്കൊരു സ്പെഷ്യൽ കേസ് നോക്കാം. ഓക്കെ, അതിന്റെ സ്പെഷ്യൽ കേസ് നോക്കാം. നമ്മൾ രണ്ട് പ്ലെയിൻ ഷീറ്റുകൾ എടുത്താൽ യൂണിഫോംലി ചാർജ്ഡ് ആയിട്ടുള്ള പാരലൽ ഇൻഫൈനൈറ്റ് പ്ലെയിൻ ഷീറ്റ്, രണ്ട് പ്ലെയിൻ ഷീറ്റുകൾ. ഇതിന്റെ സർഫസ് ചാർജ് ഡെൻസിറ്റിയെ നമുക്ക് സിഗ്മ എ എന്നും ഇതിന്റെ സർഫസ് ചാർജ് ഡെൻസിറ്റിയെ നമുക്ക് സിഗ്മ ബി എന്ന് കൊടുക്കാം. ഓക്കെ, നമുക്കിത് പോസിറ്റീവ്ലി ചാർജ്ഡ് ആണെന്ന് സങ്കല്പിക്കാം. ഓക്കെ, ക്ലിയർ? അപ്പൊ നമുക്ക് മൂന്ന് റീജിയനുകളില്ലേ? ദിസ് ഈസ് റീജിയൻ നമ്പർ 1. ഓക്കെ, നമുക്ക് ഇവിടെ എഴുതാം റീജിയൻ 1. ദിസ് ഈസ് റീജിയൻ 2. ഓക്കെ, ആൻഡ് ദിസ് ഈസ് റീജിയൻ 3. ശരിയാണല്ലോ, മൂന്ന് റീജിയനുകൾ ഉണ്ട് അല്ലേ? ഈ സിഗ്മ എയുടെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഡയറക്ഷൻ ഔട്ട്വേർഡ് ആയിരിക്കും. കാരണം സിഗ്മ എ പോസിറ്റീവ് ആണ്. സോ ഇങ്ങോട്ടേക്ക് ഉണ്ടാവും അല്ലേ? എത്ര വരും? സിഗ്മ എ ബൈ 2 എപ്സിലോൺ 0. ലെഫ്റ്റിലോട്ട് റൈറ്റിലോട്ട് ഉണ്ടാവില്ലേ? സോ ഇവിടെ സിഗ്മ എ ബൈ 2 എപ്സിലോൺ 0 ഈ പ്ലേസിൽ ഉണ്ടായിരിക്കും. സിഗ്മ എ ബൈ 2 എപ്സിലോൺ 0. അപ്പൊ നമ്മള് ഈ പ്ലെയിൻ ഷീറ്റ് കാരണം, എ എന്ന് പറയുന്ന പ്ലെയിൻ ഷീറ്റ് കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ആണ് നമ്മളിപ്പോ മാർക്ക് ചെയ്യുന്നത്. ഇനി ഇവിടെ വേറൊരു ഷീറ്റ് കൂടെ ഇല്ലേ? ബി എന്ന് പറയുന്ന ഒരു ഇൻഫൈനൈറ്റ്ലി ലോങ് പ്ലെയിൻ ഷീറ്റ് ഇല്ലേ? അപ്പൊ അതിന്റെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി നമുക്ക് എങ്ങനെ മാർക്ക് ചെയ്യാം? ഈ റീജിയനിലോട്ട് സിഗ്മ ബി ബൈ 2 എപ്സിലോൺ 0 അല്ലേ? Then ഈ ഡയറക്ഷനില് സിഗ്മ ബി ബൈ 2 എപ്സിലോൺ 0 ഇവിടെയും ഉണ്ടാവും അല്ലേ? സിഗ്മ ബി ബൈ 2 എപ്സിലോൺ 0. ഓക്കെ ആണല്ലോ? അപ്പോ ഈ റീജിയൻ 1ലെ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് എത്രയാണ് എന്ന് നമ്മൾ എടുക്കണം. അപ്പൊ അതിനു മുമ്പ് ഇത് വെക്ടറുകളാണല്ലോ. ബേസിക്കലി ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്, ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത് വെക്ടർ ആണല്ലേ? അപ്പൊ ഒരു ഡയറക്ഷൻ പോസിറ്റീവ് ആയിട്ടും മറ്റൊരു ഡയറക്ഷൻ നെഗറ്റീവ് ആയിട്ടും എടുക്കാം. ഓക്കെ, സോ ഈ ഡയറക്ഷനിൽ പോസിറ്റീവ് ആയിട്ടും ലെഫ്റ്റിലോട്ട് നമുക്ക് നെഗറ്റീവ് ആയിട്ടും കൺസിഡർ ചെയ്യാം. ഓക്കെ, സോ ഇവിടുത്തെ റീജിയൻ 1ലെ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് എന്താ കിട്ടുക? റീജിയൻ 1ലെ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് E1 എന്ന് മാർക്ക് ചെയ്യാം അല്ലേ? E1 ഈസ് ഈക്വൽ ടു, ഇതിന്റെ ഡയറക്ഷൻ നെഗറ്റീവ് എടുക്കണം അല്ലേ? നമ്മൾ സൈൻ കൺവെൻഷൻ അങ്ങനെ എടുത്തത്. സോ മൈനസ് സിഗ്മ എ മൈനസ് സിഗ്മ ബി ബൈ 2 എപ്സിലോൺ 0. ഓക്കെ, ക്ലിയർ? ഇനി റീജിയൻ 2ൽ എന്താ കിട്ടുക? റീജിയൻ 2ൽ എന്താ കിട്ടുക? സിഗ്മ എ അങ്ങോട്ട് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്, ശരിയല്ലേ? റൈറ്റിലോട്ട് പോസിറ്റീവ്. അപ്പോൾ പോസിറ്റീവ് ഇത് ഫസ്റ്റ് ഇതാ. E2 is equal to sigma a by 2 epsilon 0 minus
സിഗ്മ ബി ബൈ 2 എപ്സിലോൺ 0. ശരിയാണല്ലോ. ഇനി നമുക്ക് ഈ തേർഡ് റീജിയണിൽ എന്തായിരിക്കും? രണ്ടും പോസിറ്റീവ് ഡയറക്ഷനിലല്ലേ? ഈ സിഗ്മ എ ബൈ 2 എപ്സിലോൺ 0 പോസിറ്റീവ് ഡയറക്ഷനിലാണ്, സിഗ്മ ബി ബൈ 2 എപ്സിലോൺ 0 പോസിറ്റീവ് ഡയറക്ഷനിലല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? E3 is equal to സിഗ്മ എ ബൈ 2 എപ്സിലോൺ 0 പ്ലസ് സിഗ്മ ബി ബൈ 2 എപ്സിലോൺ 0. അപ്പൊ മൂന്ന് റീജിയണിലും നമുക്ക് മൂന്ന് ഇക്വേഷനുകൾ കിട്ടി. ക്ലിയർ ആണല്ലോ? ഇനി ഇതിൽ തന്നെ വീണ്ടും ഒരു കേസ് പറയട്ടെ. സപ്പോസ് നമുക്ക് സിഗ്മ എ സിഗ്മ ബി എന്നതിന് പകരം സിഗ്മ എ നമുക്ക് സിഗ്മ എന്ന് എടുക്കാം. ഓക്കെ, സിഗ്മ ബി യെ നമുക്ക് മൈനസ് സിഗ്മ എന്ന് എടുക്കാം. ഒരെണ്ണം പോസിറ്റീവും മറ്റേണ്ണം നെഗറ്റീവ് ആയിട്ടും കൺസിഡർ ചെയ്യാം. എങ്കിൽ ഇതിലെ ഓരോ റീജിയണിലും എന്തായിരിക്കും എന്ന് ചിന്തിക്കാൻ പറ്റുമോ? വെരി സിമ്പിൾ അല്ലേ? ഇത് മാറ്റിയ പോലെ സിഗ്മ എനെ സിഗ്മ എന്ന് കൊടുക്കണം. സോ മൈനസ് സിഗ്മ മൈനസ് സിഗ്മ ബി നെ മൈനസ് സിഗ്മ എന്ന് കൊടുക്കണം ബൈ 2 എപ്സിലോൺ 0. ഈ മൈനസും മൈനസും കൂടെ പ്ലസ് ആവില്ലേ? സോ എന്താ വരിക? മൈനസ് സിഗ്മ പ്ലസ് സിഗ്മ ബൈ 2 എപ്സിലോൺ 0. അതിന്റെ ആൻസർ 0 എന്ന് വരും. ഓക്കെ, സിമിലർലി നമുക്ക് ഇവിടെ ചെയ്ത് നോക്കാം. സിഗ്മ എനെ സിഗ്മ എന്ന് കൊടുത്തു ബൈ 2 എപ്സിലോൺ 0. സിഗ്മ ബി നെ നിങ്ങൾ എന്ത് കൊടുക്കുന്നു? മൈനസ് സിഗ്മ എന്നാണ്. അപ്പൊ ആ പ്ലസും മൈനസ് സിഗ്മയുടെ മൈനസും കൂടെ ഇറ്റ് വിൽ ബിക്കം മൈനസ് സിഗ്മ ബൈ 2 എപ്സിലോൺ 0. സോ ദ ആൻസർ ഈസ് 0. സോ റീജിയൻ 1ലും റീജിയൻ 3ലും 0 ആയി. എന്ന് വെച്ചാൽ രണ്ട് പ്ലെയിൻ ഷീറ്റിന്റെ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും 0 ആവും. ഇത് സിഗ്മയും ഇത് മൈനസ് സിഗ്മയും ആണ്. ഇനി റീജിയൻ 2 എന്ന് വെച്ചാൽ പ്ലെയിൻ ഷീറ്റിന്റെ ഇൻ ബിറ്റ്വീൻ എന്തായിരിക്കും എന്ന് കാൽക്കുലേറ്റ് ചെയ്യാം അല്ലേ? എന്താ വരിക? സിഗ്മ എ നമുക്ക് സിഗ്മ ബൈ 2 എപ്സിലോൺ 0 മൈനസ് ഓക്കെ സിഗ്മ ബി അതിന് നമുക്ക് മൈനസ് സിഗ്മ ബൈ 2 എപ്സിലോൺ 0 കൊടുക്കാം. ശരിയല്ലേ? സോ എന്ത് സംഭവിക്കും? ആൻസർ ഒരു പക്ഷേ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ കിട്ടിയിട്ടുണ്ടാവും അല്ലേ? എന്നാൽ ഞാനും ചെയ്യാം. ഓക്കെ, സിഗ്മ ബൈ 2 എപ്സിലോൺ 0 മൈനസും മൈനസും കൂടെ പ്ലസ് സിഗ്മ ബൈ 2 എപ്സിലോൺ 0 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 സിഗ്മ ബൈ 2 എപ്സിലോൺ 0. What happened? ഈ 2 ക്യാൻസൽ ആയി. സോ യുടെ വാല്യൂ എന്ത് വന്നു? സിഗ്മ ബൈ എപ്സിലോൺ 0. ഈ റിസൾട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നിങ്ങൾ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് ഡിറൈവ് ചെയ്യുമ്പോൾ ഈ റിസൾട്ട് അറിഞ്ഞിരിക്കണം. E is equal to sigma by epsilon 0. അപ്പൊ എപ്പോഴാണ് ഈ ഇക്വേഷൻ കിട്ടുക? ഒരു പ്ലെയിൻ ഷീറ്റിന്റെ ചാർജ് ഡെൻസിറ്റി സിഗ്മയും മറ്റേ പ്ലെയിൻ ഷീറ്റിന്റെ ചാർജ് ഡെൻസിറ്റി മൈനസ് സിഗ്മയും ആണെങ്കിൽ അതിന്റെ റൈറ്റും ലെഫ്റ്റും റീജിയനുകളിൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി 0യും ആ ഇൻ ബിറ്റ്വീൻ ദ പാരലൽ പ്ലേറ്റ് എന്തായിരിക്കും? സിഗ്മ ബൈ എപ്സിലോൺ 0 ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് ഒരു തിൻ സ്ഫെറിക്കൽ ഷെൽ കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ആണ്. അത് നമുക്ക് അടുത്ത പാർട്ടിൽ പറയാം.